കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മയാണോ? വിലക്കയറ്റമാണോ? അതോ സാധാരണക്കാരന്റെ ജീവിത ചിലവാണോ? സർക്കാർ ആശുപത്രികളിലെ പ്രശ്നങ്ങളാണോ? വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധിയാണോ? അതോ സാമ്പത്തിക പ്രതിസന്ധിയാണോ? അല്ലെങ്കിൽ യുവാക്കളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റമാണോ? അതോ കേരളത്തിലെ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളാണോ? ഇതൊന്നുമല്ലത്രേ ഇപ്പോൾ കേരളത്തെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന മഹത്തായ വിഷയം എന്താണെന്നറിയാമോ? ജില്ലാ വിഭജനം. അതും എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം. ഇത് കേട്ടാൽ മൂവാറ്റുപുഴക്കാർ സന്തോഷിക്കണം, കേരളത്തുകാർ ആശ്ചര്യപ്പെടണം, കേരളത്തിലെ സാധാരണക്കാർ ഒന്ന് തലയിൽ കൈവയ്ക്കണം. കാരണം കേരളത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വികസന അജണ്ട ഇതാണെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത്രയും കാലം കേരളത്തിന്റെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്? സർക്കാരിന്റെ വീഴ്ചകൾ, അഴിമതി ആരോപണങ്ങൾ, വികസന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ജില്ലാ വിഭജനത്തിലേക്ക് വരുമ്പോൾ സംശയം തോന്നാതിരിക്കുമോ? അതിലും രസകരമായ കാര്യം, മൂവാറ്റുപുഴ ജില്ലാ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയരുന്നു എന്നതാണ്. അപ്പോൾ ചോദിക്കേണ്ടത് വളരെ ലളിതമായ ചോദ്യമാണ്. മൂവാറ്റുപുഴയാണോ വിഷയം, അതോ മലപ്പുറമാണോ? മൂവാറ്റുപുഴ ജില്ല വേണമെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്താം. ഭരണപരമായ ആവശ്യകതയുണ്ടോ? ജനസംഖ്യ എത്രയാണ്? ഭൂമിശാസ്ത്രപരമായ സൗകര്യം എന്താണ്? പുതിയ ജില്ല ഉണ്ടാക്കിയാൽ ഭരണ ചിലവ് എത്ര വരും? സാധാരണക്കാരന് എന്ത് പ്രയോജനമാണ് കിട്ടുക? ഇതൊക്കെ പരിശോധിക്കാം. പക്ഷേ അതിനു പകരം ഒരു ഭാഗത്ത് മൂവാറ്റുപുഴ ജില്ലയുടെ പ്രഖ്യാപനം നടത്തുകയും മറുവശത്ത് മലപ്പുറം വിഭജനത്തിന്റെ രാഷ്ട്രീയ ചർച്ച സജീവമാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കും, ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? മൂവാറ്റുപുഴയെ കുറിച്ച് പ്രഖ്യാപനം നടത്തുന്നു, പിന്നാലെ മലപ്പുറം വിഭജനത്തിന്റെ ആവശ്യം ശക്തമായി ഉയരുന്നു. അതോടെ സ്വാഭാവികമായും ചോദ്യം ഉയരും, ഇത് യാദൃശികമാണോ അതോ കൃത്യമായി തയ്യാറാക്കിയ രാഷ്ട്രീയ നീക്കമാണോ? ഇനി ഒരു കാര്യം കൂടി, മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾക്ക് കോൺഗ്രസ് എത്രത്തോളം വഴങ്ങുന്നു എന്ന വിമർശനം കേരള രാഷ്ട്രീയത്തിൽ പുതിയതല്ല. UDFന്റെ രാഷ്ട്രീയത്തിൽ ലീഗിന് വലിയ സ്വാധീനമുണ്ടെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പക്ഷെ ഒരു ഘട്ടത്തിൽ ആ രാഷ്ട്രീയ ബന്ധം ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങുകയാണെങ്കിൽ ലീഗ് പറയുന്നതിനനുസരിച്ച് കോൺഗ്രസ് തീരുമാനിക്കുന്നു, അത് കോൺഗ്രസിന് തന്നെ വലിയ രാഷ്ട്രീയ അപകടമാണ്. കാരണം കോൺഗ്രസിനോട് ചോദിക്കേണ്ടത് ഇതാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിന്റെ ഭരണനയങ്ങൾ തീരുമാനിക്കേണ്ടത് ആരാണ്? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണോ തീരുമാനങ്ങൾ ഉണ്ടാക്കേണ്ടത്, അതോ മുന്നണിയിലെ ഓരോ ഘടക കക്ഷിയുടെയും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണോ? ഇവിടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള രാഷ്ട്രീയ പരിഹാസം ശക്തമാകുന്നത്. ലീഗ് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ് അതിനൊത്തു തുള്ളും. കോൺഗ്രസ് എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ അതിനു പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ കണക്കുണ്ടാവും. ഒടുവിൽ കേരളത്തിലെ ജനങ്ങൾ നോക്കി നിൽക്കും, ഇവിടെ നടക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ലീഗിന്റെ താളത്തിനൊത്തു തുള്ളുന്ന കോൺഗ്രസ് നേതൃത്വമാണോ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അത് തീർച്ചയാണ്. കോൺഗ്രസിന് ഇപ്പോഴും സ്വന്തം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അറിയില്ല. ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുക്കുന്ന പാർട്ടിയായിട്ട് അത് മാറിയിരിക്കുകയാണ്. ഇനി മൂവാറ്റുപുഴയിലേക്ക് വരാം. മൂവാറ്റുപുഴയ്ക്ക് ജില്ല വേണമെന്ന ആവശ്യം യുക്തിസഹമാണെങ്കിൽ അത് തുറന്നു പറയണം. എന്തുകൊണ്ട് ജില്ല വേണം? ഇപ്പോഴത്തെ എറണാകുളം ജില്ലയുടെ ഭരണ സംവിധാനം എവിടെയാണ് പരാജയപ്പെടുന്നത്? മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മേഖലകൾക്ക് എന്തൊക്കെ ഭരണപരമായ ബുദ്ധിമുട്ടുകളുണ്ട്? പുതിയ ജില്ല വന്നാൽ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ലഭിക്കും? എത്ര പുതിയ ഓഫീസുകൾ വേണം? എത്ര ജീവനക്കാർ വേണം? എത്ര സാമ്പത്തിക ബാധ്യത വരും? ഇതൊക്കെ ജനങ്ങളോട് വിശദീകരിക്കണം. കൊച്ചിയിൽ മാത്രം വികസനം കേന്ദ്രീകരിക്കുന്നു എന്നതാണ് വാദമെങ്കിൽ അതിനുള്ള ആദ്യ പരിഹാരം ജില്ല വിഭജിക്കലാണോ? മൂവാറ്റുപുഴയ്ക്ക് റോഡ് വേണമെങ്കിൽ റോഡ് കൊടുക്കണം. കോതമംഗലത്തിന് ആശുപത്രി സൗകര്യം വേണമെങ്കിൽ ആശുപത്രി വികസിപ്പിക്കണം. പിറവത്തിന് അടിസ്ഥാന സൗകര്യം വേണമെങ്കിൽ അത് നൽകണം. പ്രദേശത്തിന് വികസന ഫണ്ട് വേണമെങ്കിൽ അത് അനുവദിക്കണം. അതിനു പകരം നിങ്ങൾക്ക് ജില്ല തന്നെ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമായ പരിഹാരമാണ്? ഒരു ജില്ല ഉണ്ടാക്കിയാൽ മാത്രം വികസനം സ്വയം എത്തുമോ? പുതിയ ജില്ല പ്രഖ്യാപിച്ചാൽ റോഡുണ്ടാകുമോ? പുതിയ ജില്ല പ്രഖ്യാപിച്ചാൽ തൊഴിലുണ്ടാകുമോ? പുതിയ ജില്ല പ്രഖ്യാപിച്ചാൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കപ്പെടുമോ? പുതിയ ജില്ല പ്രഖ്യാപിച്ചാൽ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത് നിർത്തുമോ? ഇല്ല. അപ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ രാഷ്ട്രീയമായി എളുപ്പം വിൽക്കാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനം
പ്രഖ്യാപനമാണോ ഇത്? ഇനി ഇതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്, കുറച്ചെങ്കിലും ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നോക്കൂ. ഒരു ജില്ല രണ്ടാക്കിയാൽ കേരളം വികസിത സംസ്ഥാനമാകില്ല. പുതിയ ജില്ലാ ആസ്ഥാനം ഉണ്ടാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറില്ല. പുതിയ ഓഫീസുകൾ തുറന്നാൽ യുവാക്കൾക്ക് ജോലി ലഭിക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് ഭൂപടത്തിലെ പുതിയ അതിരുകളല്ല, ജീവിതത്തിലെ പുതിയ അവസരങ്ങളാണ്. അതാണ് പ്രധാന വിഷയം. ഇനി മലപ്പുറം വിഭജനത്തെക്കുറിച്ചും ഇതേ മാനദണ്ഡം വേണം. മലപ്പുറം വിഭജിക്കണമെങ്കിൽ ഭരണപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ജനസംഖ്യ, ഭൂമിശാസ്ത്രം, ഭരണ സൗകര്യം, സാമ്പത്തിക ബാധ്യത, വികസന ആവശ്യം, ഇതെല്ലാം ശാസ്ത്രീയമായി പഠിക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകൾ വെട്ടിമുറിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്നൊരു ജില്ല വിഭജിക്കാം, നാളെ മറ്റൊരു ജില്ല വിഭജിക്കാം, മറ്റന്നാൾ മറ്റൊരു രാഷ്ട്രീയ ആവശ്യം ഉയരും. അങ്ങനെ പോയാൽ കേരളത്തിന്റെ ഭരണ സംവിധാനം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചല്ല പോവുക, രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചായിരിക്കും രൂപപ്പെടുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തത വേണ്ടത് ഇതിലാണ്. എന്താണ് മാനദണ്ഡം? ആരാണ് തീരുമാനിക്കുന്നത്? എന്താണ് പഠനം? എത്ര ചിലവ് വരും? ജനങ്ങൾക്ക് എന്താണ് നേരിട്ടുള്ള പ്രയോജനം? ഇതിന് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ ഇത് വെറും രാഷ്ട്രീയ പ്രഖ്യാപനമായി മാത്രം മാറും. നിങ്ങൾ ഇപ്പോഴും മുന്നണിയിലെ ഘടകകക്ഷികളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കൊത്ത് മാത്രം രാഷ്ട്രീയം നടത്തിയാൽ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്ന് കരുതിയോ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് പുതിയ ജില്ലകളുടെ എണ്ണം കൂട്ടുന്നതല്ല, നല്ല റോഡുകളാണ്, നല്ല ആശുപത്രികളാണ്, തൊഴിലവസരങ്ങളാണ്, വിലക്കയറ്റത്തിൽ നിന്ന് ആശ്വാസമാണ്, വിദ്യാഭ്യാസത്തിന് സുരക്ഷിതമായ ഭാവിയാണ്, യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്, കർഷകനും തൊഴിലാളികൾക്കും ചെറുകിട വ്യാപാരികൾക്കും ആശ്വാസമാണ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള വ്യക്തമായ പദ്ധതിയാണ്. ഇതൊക്കെ മാറ്റിവെച്ച് മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കാം, മലപ്പുറം വിഭജിക്കാമെന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വന്നാൽ ജനങ്ങൾ സ്വാഭാവികമായും ചോദിക്കും, ഇതാണോ ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം? ഇനി ഒരു കാര്യം കൂടി പറയാം, മൂവാറ്റുപുഴയ്ക്ക് ജില്ല വേണമോ വേണ്ടയോ എന്നത് പഠിക്കാം, മലപ്പുറം വിഭജിക്കണോ വേണ്ടയോ എന്നതും പഠിക്കാം. പക്ഷെ രണ്ടിനും ഒരേ മാനദണ്ഡം വേണം, ഭരണപരമായ ആവശ്യകതയും ജനങ്ങളുടെ താല്പര്യവും. കഷ്ടമുണ്ട് കോൺഗ്രസെ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ. കാരണം കേരളത്തിന് ഇപ്പോൾ വേണ്ടത് പുതിയ ജില്ലകളുടെ പ്രഖ്യാപനമല്ല, കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഈ ചോദ്യം ചോദിക്കേണ്ട സമയമാണിത്. കാരണം ദേശീയ തലത്തിൽ നോക്കിയാൽ രാഹുൽ ഗാന്ധി, സംഘടനാ തലത്തിൽ കെ.സി. വേണുഗോപാൽ, കേരളത്തിൽ വി.ഡി. സതീശൻ, ഈ നേതാക്കളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ ഓരോ നീക്കവും എന്തുകൊണ്ടാണ് പലപ്പോഴും ജനങ്ങൾക്ക് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണം. കോൺഗ്രസ് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ വിജയത്തിലാണ് ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടുള്ളത്. അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു, വലിയ മാറ്റങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷ. കഴിഞ്ഞ സർക്കാരിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇനി നടപ്പാക്കുമെന്ന പ്രതീക്ഷ. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം കോൺഗ്രസ് മുന്നിൽ വയ്ക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ ചില സമയത്ത് തോന്നുന്നത് മറ്റൊന്നാണ്. ഇനി പിണറായി വിജയൻ സർക്കാരിനെതിരെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് നടത്തിയ പ്രസംഗങ്ങളും വിമർശനങ്ങളും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഭരണം പോരാ, വികസനം പോരാ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുന്നില്ല, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ. അന്ന് അതൊക്കെ കേട്ടപ്പോൾ കേരളത്തിലെ പലരും കരുതിയിട്ടുണ്ടാവും, ശരി, ഇവർ അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും വലിയ മാറ്റം കൊണ്ടുവരുമായിരിക്കും, പിണറായി സർക്കാരിന് പകരം ഒരു മികച്ച ഭരണവും പുതിയ വികസന മാതൃകയും ഉണ്ടാകുമല്ലോ എന്നൊക്കെ. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ആ വലിയ വികസന മാതൃകയിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഐറ്റം എന്താണ്? ജില്ലാ വിഭജനം. പിണറായി വിജയൻ സർക്കാരിന്റെ വികസനം പോരെന്ന് പറഞ്ഞ് വിമർശിച്ചിരുന്നവർ അധികാരത്തിലെത്തിയപ്പോൾ നമ്മൾ കരുതിയത് പുതിയ റോഡുകൾ വരും, ആശുപത്രികൾ വികസിക്കും, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകും എന്നൊക്കെയാണ്, പിന്നാക്ക പ്രദേശങ്ങളിൽ വികസനം എത്തും എന്നൊക്കെയല്ലേ വിചാരിച്ചത്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് കാലുമാറി. വികസനത്തിന്റെ വലിയ പ്രഖ്യാപനം ഒരു ജില്ല വിഭജിക്കലാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടി വരും, ജില്ല രണ്ടാക്കിയാൽ വികസനം എവിടെ നിന്നാണ് വരുന്നത്? കഷ്ടമുണ്ട് കോൺഗ്രസ് നിങ്ങളുടെ കാര്യം. മറ്റൊരു ഘടകകക്ഷികളുടെ താല്പര്യത്തിനൊത്തു തുള്ളാൻ. ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, അല്ലാതെ ഒരു ജില്ലാ വിഭജനം മാത്രമല്ല. എന്തായാലും ഈ ഒരു കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ലീഗിന്റെ താളത്തിനൊത്തു തുള്ളുന്ന കോൺഗ്രസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.